എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജൂൺ 19 വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം അതായത് പെർമനന്റ് അഡ്മിഷനും രണ്ടാമത്തെയോ അതിനു താഴെയുള്ള മറ്റു ഓപ്ഷനുകളാണ് അലോട്ട്മെന്റ് ആയിട്ട് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനുമാണ് നേടേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ cap.mgu.ac.in/ugcap2025/ എന്നുള്ള പേജിലേക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ചൂസ് എനിവൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഐ ഫോർഗോട്ട് മൈ പാസ്വേഡ് അതുപോലെ തന്നെ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഐ ഫോർഗോട്ടോ അല്ലെങ്കിൽ റീസെറ്റ് ഓപ്ഷനോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതുപോലെ ഇവിടെ വെരിഫൈ ദാറ്റ് യു ആർ ഹ്യൂമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് 1+1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ടോ മറ്റോ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല പാസ്വേഡ് റീസെറ്റ് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾക്ക് ആ ഒരു റീസെറ്റ് ആയിട്ട് പുതുതായിട്ട് നിങ്ങൾ പുതിയ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നുകൂടി ആ ഒരു പേജിൽ പോകാനായിട്ട് മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെയാണ് ലോഗിൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയത് നോക്കാം. അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അതേസമയം അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ പെർമനന്റ് അഡ്മിഷനും രണ്ടാമത്തെയോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകളാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസായിട്ട് നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്ന് നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ആപ്ലിക്കൻ ഹൂ get a first allotment should download allotment memo after remitting fee due to university through online payment gateway. Only those candidates who remit the fee due to university general കാറ്റഗറിക്ക് 1575 രൂപയാണ്. അതിൽ SC/ST ആണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. ഷാൽ ഏബിൾ ടു ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ ദാറ്റ് allotment memo can be downloaded by clicking the link. Click here to print your allotment memo and should be produced before principal of the college to which candidate is allotted. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് ഇവിടെ മലയാളത്തിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിൽ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോസ് കാൻഡിഡേറ്റ് ഹൂ ഡു നോട്ട് റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ ഇൻ ദ അലോട്ടഡ് കോളേജ് ഓൺ ഓർ ബിഫോർ ദ ഡേറ്റ് സ്പെസിഫൈഡ് വിൽ ലോസ് ദർ കറൻറ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ്. അതായത് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യും. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വെരിഫിക്കേഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ 19-ാം തീയതി ജൂൺ 19-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിലാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിന് പകരം SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ TC വേണം. അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് ഷീറ്റ്, അതുപോലെ അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്. +2ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്ന് അത് പിന്നീട് നൽകുന്നതിനായിട്ട് അവസരം നൽകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊരു കേരള ഹയർ സെക്കൻഡറി ബോർഡ് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും +2 പാസ്സായ വിദ്യാർത്ഥികളല്ല എങ്കിൽ നിങ്ങൾ ഇക്വലൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ കിട്ടാത്ത വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ ഇതുപോലുള്ള
സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ SCBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിലും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 1 വർഷം വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യം, സ്കോളർഷിപ്പ് എന്നിവയൊക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലെ ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്. ഇനി അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിങ്ങൾ ഫീസ് അടക്കണം. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് ഇപ്പോൾ കിട്ടിയ സീറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ദേ ഷുഡ് റെമിറ്റ് ഫീസ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിൽ ടെമ്പററി അഡ്മിഷൻ നേടുകയാണെങ്കിൽ ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ജൂൺ 20-ാം തീയതി വരെ അവസരമുണ്ട്. എന്നാൽ ഓപ്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഓപ്ഷൻ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ഹൂ വിഷ് ടു റിട്ടൈൻ ഓഫ് ദെയർ ഹയർ ഓപ്ഷൻ നീഡ് നോട്ട് സബ്മിറ്റ് document or remit any fee while reporting the college during first allotment. Document verification authorities, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്താൽ മതി. ഫീസും കൊടുക്കേണ്ട, ഡോക്യുമെൻറ്റ്സൊന്നും സ്കൂളിൽ അവിടെ കോളേജിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഡോക്യുമെൻറ്റ്സും ഫീസും കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ ജസ്റ്റ് പോയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഫീസും കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ജൂൺ 20-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.